മലയാള നോവലിന്റെ 125 വർഷങ്ങൾ. പങ്കെടുക്കുന്നത് ഡോക്ടർ പി.കെ. രാജശേഖരൻ, ഡോക്ടർ എം.സി. അബ്ദുൽ നാസർ. എല്ലാവർക്കും നമസ്കാരം. പി.കെ. രാജശേഖരൻ രചിച്ച അന്ധനായ ദൈവം മലയാള നോവലിൻ്റെ 100 വർഷങ്ങൾ എന്ന കൃതിയുടെ രജത ജൂബിലി വന്നു ചേർന്ന വർഷമാണിത്. ആ പുസ്തകത്തിൻ്റെ രജത ജൂബിലി പതിപ്പ് ഇപ്പോൾ വീണ്ടും പുറത്തിറങ്ങുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് മലയാള നോവലിൻ്റെ 125 വർഷങ്ങൾ എന്ന ഈ സെഷൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അന്ധനായ ദൈവം മലയാള നോവലിൻ്റെ 125 വർഷങ്ങൾ 100 വർഷങ്ങൾ എന്ന പുസ്തകം മലയാള നോവൽ പഠനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾക്ക് വഴിവെച്ച, ചില പുതിയ കാഴ്ചകൾ അവതരിപ്പിച്ച കൃതിയാണ്. അതൊരു അടിസ്ഥാന സ്വഭാവമുള്ള ഗ്രന്ഥം എന്ന കണക്കെ സർവകലാശാല പാഠപുസ്തകങ്ങൾ എന്നുള്ള രീതിയിലും പൊതുവായനയ്ക്കുമൊക്കെ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണത്. ആ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായും മലയാള നോവലിൻ്റെ അതിനുശേഷമുള്ള ചരിത്രത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാള നോവലിനെ സംബന്ധിച്ചിടത്തോളം മലയാള നോവൽ എന്ന് മാത്രമല്ല, പൊതുവെ നോവൽ എന്നുള്ള ഒരു സാഹിത്യ രൂപം തന്നെ വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമായ, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു സാഹിത്യ ജനുസ്സാണത്. പണ്ട് ഈ ഇംഗ്ലണ്ടിൽ നോവൽ ഒക്കെ രൂപപ്പെട്ട് തുടങ്ങുന്ന കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ നോവൽ എന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് സ്മോൾ ടെയിൽ ജനറലി ഓഫ് ലവ് എന്നാണ്. പ്രണയത്തെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചെറിയ കഥ എന്നുള്ള നിർവചനമാണ്. യഥാർത്ഥത്തിൽ ഇന്നൊരു പക്ഷേ സാമുവൽ ജോൺസൺ ഈ 2-ാം നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ തൻ്റെ നിർവചനം കണ്ട് ആദ്യം ചിരിക്കുമായിരുന്ന ഒരാൾ പക്ഷേ അദ്ദേഹമായിരിക്കണം. കാരണം എന്ത് മാറ്റമാണ് നോവൽ എന്നുള്ള സങ്കല്പത്തിൽ തന്നെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാം ഉണ്ടായത് എന്നുള്ളത് നമുക്കിന്ന് അറിയാം. മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജീവിതത്തെ വളരെ സമകാലികമായി നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ ജനുസ് കൂടിയാണത്. പി.കെ. രാജശേഖരൻ തന്നെ മറ്റൊരു പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം, എല്ലാ സാഹിത്യ രൂപങ്ങളിലും വെച്ച് ഏറ്റവും സ്വാഭാവികതയാർന്നത് നോവലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോവലിൻ്റെ ഒരു ജൈവ സ്വഭാവം അതിനെ നിരന്തരമായിട്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനും അതിനെ നവീകരിക്കാനും പുതുക്കാനും സ്വയം പ്രേരിപ്പിക്കുന്ന ഒരു ജൈവിക ഘടന നോവലിനുണ്ട് എന്നുള്ളതാണ് സത്യം. മലയാള നോവലിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ മാറ്റങ്ങളുടെ ഒരു വലിയ നീണ്ട പർവ്വം നമുക്ക് കാണാനാവും. എന്തായാലും ഈ ചർച്ചയുടെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ആ പുസ്തകം അന്ധനായ ദൈവം എന്നുള്ള പുസ്തകം ഇറങ്ങി 25 വർഷം പിന്നിടുന്ന ഈ സമയത്ത് ആ പുസ്തകം അന്ന് മലയാള നോവൽ പഠനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വഴിത്തിരിവിനെക്കുറിച്ച് എഴുത്തുകാരൻ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 1999 ആ പുസ്തകം അന്ധനായ ദൈവം പ്രസിദ്ധീകരിച്ചത്. അതുവരെയുള്ള മലയാള നിരൂപണത്തിൻ്റെ ഒരു സ്വഭാവം രൂപപ്രധാനമായിട്ട് നോവലിൻ്റെ ഫോമിലെ ഊന്നി, അതായത് അതിൻ്റെ ഭാഷ, അതിലെ കഥാപാത്രം, അവരുടെ മനോനിലകൾ, അതിനെയൊക്കെ കേന്ദ്രയുടെ തത്വചിന്ത, അതിനെയൊക്കെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ജീവിത ചില മൂല്യങ്ങൾ, ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്തുള്ള പൊതുവെ ഫോമലിസ്റ്റ് സ്വഭാവമുള്ള നിരൂപണമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മോഡേണിസ്റ്റ് ക്രിറ്റിസിസവും കെ.പി.അപ്പനും രാജകൃഷ്ണനും അങ്ങനെയുള്ളവരെല്ലാം ചെയ്തിരുന്ന അതിനു മുമ്പുള്ളവരും. അപ്പോൾ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ടുള്ള ഒരു നോവൽ പഠന രീതി വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ നോവലിനകത്ത് നിന്നുകൊണ്ടും സാഹിത്യത്തിനകത്തു കൊണ്ടും വായിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളെയും ഇടർച്ചകളെയും സാമൂഹിക സന്ദർഭങ്ങളെയുമെല്ലാം നോവലിന് പുറത്തുള്ള സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൂടി വായിക്കാനും അപഗ്രഥിക്കാനുമുള്ള ശ്രമങ്ങളാണ്
ആ പുസ്തകത്തിലുടനീളം ഞാൻ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായൊരു ഗുണം, അതൊരു അതുവരെയുള്ള നോവൽ പഠനത്തിൽ നിന്നൊരു ഷിഫ്റ്റ് ആയിരുന്നു. ആ ഷിഫ്റ്റോടുകൂടി പിന്നീട് മലയാളത്തിലെ നോവൽ പഠനങ്ങളുടെ സ്വഭാവം മാറി, നോവൽ നിരൂപണത്തിൻ്റെ സ്വഭാവം മാറുകയും പെട്ടെന്ന് ആ പുതിയ ഒരു പോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന ഒരു തരംഗം വരികയും അത് കുറേ കൂടി സൈദ്ധാന്തികമായി തീരുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം ആ പുസ്തകം കൊണ്ടുവന്നു. അതാണ് അതുകൊണ്ടുണ്ടായ ഒരു വലിയ ഫലം. ആ പുസ്തകം ഈ അബ്ദുൽ നാസർ പറഞ്ഞതുപോലെ ഈ സർവകലാശാല പാഠ്യപദ്ധതികളിലെ ഒരു കോളേജുകൾക്ക് ഒരു നോവൽ പഠനത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി അതങ്ങനെ തുടർന്ന് വരികയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. നോവൽ ഈ പഠനം അന്ധനായ ദൈവം ഒരു കാര്യം കൂടി, അതിന് 25 വർഷമായി എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വശമുണ്ട്. കാരണം എനിക്ക് പ്രായമായി വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അതെന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അതിനുശേഷമുള്ള 25 വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലയാള നോവൽ വലിയ തോതിൽ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പല ദിശകളിലേക്ക് നോവൽ പടർന്ന ഒരു കാലം കൂടിയാണ് അത് ഈ പറയുന്നതിന് ശേഷമുള്ള ഒരു കാലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാനതിനെ പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാചകം നമ്മുടെ സൗന്ദര്യശാസ്ത്രപരമായ ഒരു ജനാധിപത്യം നോവലിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം പുതിയ കാലത്തുണ്ടായി എന്നുള്ളതാണ്. ഞാൻ ആ പ്രയോഗം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അതായത് പലതരത്തിൽ നമ്മുടെ സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങൾ പലപ്പോഴും ഒരു ഏകതാനത ഉണ്ടായിരുന്നു മലയാളത്തിൽ. അതിൽ നിന്ന് മാറിയിട്ട് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി മനുഷ്യർ, ജനസമൂഹങ്ങളൊക്കെ നമ്മുടെ നോവലിൻ്റെ അകത്തേക്ക് കയറി വരുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ ഒരു 2 ദശാബ്ദങ്ങൾക്ക് അകത്താണ് കാര്യമായിട്ട് വന്നത്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിനകത്ത് തന്നെയുള്ള തീരദേശത്തെ ലത്തീൻ സമൂഹം, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേ നോവലുകൾ സമീപകാലത്ത് വരികയുണ്ടായി. ഇപ്പോൾ സെബാസ്റ്റ്യൻ പള്ളിത്തോടിൻ്റെയും PF മാത്യൂസിൻ്റെയും നൊറോണയുടെയും അതുപോലെ പിന്നെ ജോർജ് ജോസഫ് കെയുടെയും ഒക്കെ നോവലുകൾ വരികയുണ്ടായി. ആ നോവലുകൾ വരുന്ന സമയത്ത് സംഭവിച്ചൊരു, നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ജനത ഇത്ര വൈവിധ്യപൂർണമായ ജീവിതാനുഭവങ്ങളോട് കൂടിയിട്ട് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് തിരിച്ചറിയുകയാണ് നമ്മൾ. ഒരുപക്ഷെ മലയാളിയുടെ അനുഭവ ലോകം എന്ന് നമ്മൾ ഒരുപാട് കാലം പറഞ്ഞതും ആവിഷ്കരിച്ചതുമായ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ചില നിലകൾ മലയാളത്തിനകത്ത് തന്നെയുള്ള മറ്റൊട്ടേറെ അനുഭവ സമൂഹങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ നിരവധി പലതരത്തിലുള്ള സൂക്ഷ്മതകളിലേക്ക് നമ്മുടെ നോവൽ കടന്ന ഒരു കാലം കൂടിയാണത്. അപ്പോൾ അത്തരം ഒരു കാലത്തെ, അതിൻ്റെ ഒരു ചലനാത്മകതയെ ഈ പുസ്തകത്തിന് ശേഷമുള്ള ഒരു നോവൽ കാലത്തെ അങ്ങെങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ ആ അന്ധനായ ദൈവത്തിലെ സ്ത്രീകൾ എഴുതുന്ന നോവലിനെ കുറിച്ചൊരു അധ്യായമുണ്ട്. അപ്പോൾ ആ അധ്യായത്തിൽ എഴുതുമ്പോൾ വളരെ കുറച്ച് നോവലിസ്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയും സ്ത്രീകൾ കുറച്ചായിരുന്നു 2000-ന് മുമ്പ്. 99-ൽ ഞാൻ ആ പുസ്തകം എഴുതുമെന്ന് പറയുമ്പോൾ തന്നെ അതിന് മുമ്പുള്ള വർഷം വളരെ കുറച്ച് മേജർ നോവലിസ്റ്റ്, ലിറ്റററി ഫിക്ഷൻ ക്വാളിറ്റി ഉള്ള നോവലുകൾ എന്ന് പറയാവുന്നത് വളരെ കുറച്ചായിരുന്നു. അത് കഴിഞ്ഞുള്ള 25 വർഷത്തിനുള്ളിൽ മലയാള നോവലിൽ സ്ത്രീകൾ വരുത്തിയ മാറ്റം നമ്മൾ ആലോചിച്ചാൽ മതി. സാറാ ജോസഫിൻ്റെ എല്ലാ പ്രധാന നോവലുകളും വന്നു, KR മീര വന്നു. ഇപ്പം എത്ര പേരാണ് സ്ത്രീകൾ എഴുതുകയും സ്ത്രീയുടെ അനുഭവലോകങ്ങൾ, സ്ത്രീയുടെ കാഴ്ചകളൊക്കെ നോവലിലേക്ക് വന്നു. അത് ഈ നോവലിൽ എന്ത് വികാസമുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം അബ്ദുൽ നാസർ പറഞ്ഞില്ലേ, ഇവരിൽ പലരും ഇപ്പം PF മാത്യൂസ് ആയാലും ജോർജ് ആയാലും ഇവരെല്ലാവരും അതിന് നേരത്തെ എഴുതി തുടങ്ങിയവരാണ്. ശരിക്കും 80കളിലേ എഴുതി തുടങ്ങിയവരാണ്. ഞങ്ങളൊക്കെ ഒരേ സമയത്താണ് ഈ പണി തുടങ്ങിയത്. അപ്പോൾ പക്ഷേ അന്ന് ഇത് ലിറ്റിൽ മാഗസീനിലൊക്കെ നിന്നു. പിന്നീടാണ് ഈ ലത്തീൻ സമുദായത്തിൻ്റെ ലത്തീൻ കത്തോലിക്കരാണ്. അതായത് അവർ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ കൺവേർട്ട് ചെയ്യപ്പെട്ടവരാണ്. അത് മലബാറിൽ അങ്ങനെ ഒരു കൺവേർഷൻ ഇല്ല. അത് തെക്കോട്ട് തിരുവിതാംകൂർ, കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. മലബാറിലാകട്ടെ ഈ കടൽ തീരത്തെ മുക്കൂരിലെ ഹിന്ദു സമൂഹവും മുസ്ലിം സമൂഹമാണ് അല്ലേ. തെക്കോട്ട് മുസ്ലിങ്ങൾ ഒരിക്കലും കടലിൽ പോവുകയില്ല. മുസ്ലിങ്ങൾ കടലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ തെക്കുള്ള ആളുകൾ അത്ഭുതപ്പെടും. മുസ്ലിങ്ങൾ കടലിൽ പോവുമോ എന്ന്, കടലിൽ നിന്ന് കൊണ്ടുവരുന്ന വിൽക്കുകയുള്ളൂ എന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് വടക്കത്തരം ആഖ്യാനങ്ങൾ ഉണ്ടായില്ല. തെക്ക് അതുപോലുള്ള ഒരുപാട് സമുദായങ്ങളുടെ കഥകളുണ്ടായി. പിന്നീട് ഇപ്പം നിങ്ങൾ നോക്കൂ, തദ്ദേശീയതകൾ. ഇപ്പം കാസർഗോഡിലെ ജീവിതം പണ്ട് മലയാള നോവലിൽ തീരെ
പ്രതിനിധാനം ചെയ്യപ്പെടാതെ പോയതാണ് കാസർഗോഡിലെ ജീവിതം. അത്തരം തെയ്യമൊക്കെ കേന്ദ്രീകരിച്ച് ചില കഥ വന്നിട്ടുണ്ടെന്നുള്ള അല്ലാതെ ആ വടക്കൻ കേരളത്തിൻ്റെ, അത് അത്യുത്തര കേരളത്തിൻ്റെ ജീവിതം പ്രതിനിധാനം ചെയ്യപ്പെട്ടില്ല. ഈ പ്രതിനിധാനം ചെയ്യപ്പെട്ട് ഇപ്പോൾ വരുന്ന നോവലുകളെല്ലാം കേമമാണെന്നോ മലയാള നോവലിൽ രൂപപരമായും ആഖ്യാനപരമായും ഒക്കെ നവീകരിച്ചോ എന്നുള്ളൊരു അഭിപ്രായമില്ല. പക്ഷെ നമ്മൾ വേറെ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നു. ഇതിന് പുറമെ കേരളത്തിന് പുറത്ത് എഴുതിയ എഴുത്തുകാർ ഒന്നോ രണ്ടേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ആധുനികരിൽ മുകുന്ദൻ എഴുതി, ആനന്ദ് എഴുതി, OV വിജയൻ എഴുതി. ഈ മൂന്നുപേര് കഴിഞ്ഞ് കേരളത്തെ പുറത്ത് എഴുതുന്ന നോവലിസ്റ്റുകൾ കുറവായിരുന്നു. ഇപ്പം നോക്കൂ, കേരളത്തിന് പുറത്തെ എഴുതുന്നു. ഇപ്പം ചില സാഹസം കൊണ്ട് ഇന്ത്യൻ കണക്ഷനോ കേരള കണക്ഷനോ ഒന്നും ഇല്ലാതെ ചില വിദേശ രാജ്യങ്ങളുടെ നോവലുകളും എഴുതുന്നുണ്ട്. അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാൻ പോയിട്ട് ബെൽജിയത്തിലെ ഒരു കഥ എഴുതിയിട്ടേ പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? ബെൽജിയത്തെ കേന്ദ്രമാക്കി ബെൽജിയത്തിലെ കഥാപാത്രങ്ങൾ, ബെൽജിയത്തിലെ ചരിത്രം, ബെൽജിയത്തിലെ സംബന്ധിച്ച് ഒരു നോവൽ എഴുതുന്നു. അതിനും നമുക്കെങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നേ? അത് എനിക്കത്ര നല്ലതായി തോന്നിയില്ല. അബ്ദുൽ നാസറിന് വേണമെങ്കിൽ ഏതൊരു രാജ്യം തിരഞ്ഞെടുക്കാവുന്നതാണ്, യുക്രൈനോ തുർക്കിയോ ഒക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ഉണ്ട്. ഇതിന് പുറമെ അർബൻ ലിവിങ്ങിൻ്റെ, നാഗരിക ജീവിതത്തിൻ്റെ പുതിയ കഥകൾ വരുന്നു. പിന്നെ ഇതല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വ്യാജ ചരിത്രങ്ങൾ നിർമ്മിക്കാൻ, ചരിത്ര നോവൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതിയെ മാറ്റി ഹിസ്റ്റോറിക്കൽ തീംസ് സ്വീകരിക്കുക, ഇമാജിനറി ഹിസ്റ്ററികൾ നിർമ്മിക്കുക. പിന്നെ വെസ്റ്റേൺ ലിറ്ററേച്ചറിൻ്റെ കടുത്ത സ്വാധീനമുണ്ട്, അതൊരു മോശം കാര്യമൊന്നുമല്ല. ആ സ്വാധീനത്തിൽ ഇമാജിനറി പുസ്തകങ്ങൾ, ഭാവനാ പുസ്തകങ്ങൾ സങ്കല്പിക്കുക, കോൺസ്പിറസി തിയറിയെ നോവലിൻ്റെ ഭാഗമാക്കുക. അങ്ങനെ ചരിത്രത്തെ സമീപിക്കുന്ന ചിലർ. ഇപ്പം മനോജ് കുറൂരിനെ പോലെ ഒരാൾ സംഘകാലത്തിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അങ്ങനെ ഇതുവരെ മലയാള നോവല് ശങ്കയോടെ കണ്ടിരുന്ന അനേകം മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വളരെ വിജയകരമായി ആ പുസ്തകങ്ങൾക്ക് സ്വീകാര്യത കിട്ടി. അവ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. പ്രധാനമായിട്ട് ഇപ്പോൾ KR മീര, സുഭാഷ് ചന്ദ്രൻ, സന്തോഷ് കുമാർ, അങ്ങനെ മലയാള നോവലിൻ്റെ ദിശ മാറ്റി എന്ന് നമുക്ക് പറയാവുന്ന ഒട്ടേറെ നോവലിസ്റ്റുകൾ നമുക്ക് ഉയർന്നു വന്നു. ഇതിൽ ഞാൻ പേര് പറയാൻ ഏതെങ്കിലും നോവലിസ്റ്റുകളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ പ്രതി ഞാനല്ല. ഈ സമയത്തിനിടെ ഇത്രയൊക്കെ പറയാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ എൻ്റെ പേര് പറഞ്ഞില്ല, ജഗദീഷ് കുമാറിന് ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഭാഗ്യത്തിന് ആരും നോവലിസ്റ്റുകളെ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇനിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ 25 വർഷമായിട്ട് അബ്ദുൽ നാസർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ എന്ന് കരുതി എല്ലാം കേമായിട്ട് വലിയ സദ്യ നടക്കുകയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ മലയാള നോവലിൽ ഒരു വലിയ മാറ്റം വന്നത് 50കളുടെ തുടക്കത്തിലാണ്. അത് 56-ലാണെന്ന് വേണമെങ്കിൽ പറയാം. 56-ൽ 58-ൽ ശരിക്കും 54-ലാണ് വന്നത്. 54-ൻ്റെ പ്രത്യേകത ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും വരുന്നു. പുസ്തകമായിട്ടല്ല, അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടർക്കഥ എന്ന പേരിൽ, അന്ന് പേരൊന്നും ഇല്ലായിരുന്നു, ഓരോ അധ്യായത്തിനും ഓരോ പേര് പറയും, അത് പ്രസിദ്ധീകരിക്കുന്നു. ആ 54-ലാണ് മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളി എന്ന നോവൽ വരുന്നത്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന റിയലിസ്റ്റ് നോവൽ അവസാനിക്കുകയായിരുന്നു ഇതിൽ സംഭവിച്ച സുന്ദരികളെ സുന്ദരന്മാർ. അത് കഴിഞ്ഞ് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് 58-ൽ തന്നെയാണ് ഇത് 2 പുസ്തകമായിട്ട് വന്നത്. അപ്പോഴത്തേക്കും ഇണപ്രാവുകൾ വരുന്നു. മുട്ടത്തുവർക്കി ഏറ്റവും ജനപ്രിയനായ ഒരു നോവലിസ്റ്റായി മാറുക മാത്രമല്ല, ജനപ്രിയ നോവൽ, പൈങ്കിളി നോവൽ എന്ന് നമ്മൾ പിന്നീട് വിളിച്ച ഒരു വലിയ നോവൽ തരംഗം ആരംഭിക്കുന്നു. ഇത് കഴിഞ്ഞ് 70-ലെത്തുന്നു. 1969 ഖസാക്ക് വരുന്നു. 70-കളിലെ മുകുന്ദനും ആനന്ദും സേതുവും എല്ലാം ചേർന്ന് മലയാളത്തിലൊരു പുതിയ നോവൽ തരംഗം തുടങ്ങുന്നു. ആധുനികതയുടെ ആ ശക്തമായ സമയത്താണ് പ്രേം നസീർ എന്ന താരത്തിൻ്റെ ഉദയവും നമ്മളിന്ന് പറയില്ലേ മരം ചുറ്റി പ്രേമം, മണ്ടിപ്പെണ്ണെ എന്ന് വിളിക്കുന്ന പൈങ്കിളി സിനിമ മുഴുവൻ കേരളത്തിലോടിയതെപ്പോഴാണ്? ഇവിടെ ആധുനികരെല്ലാവരും കൂടി ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഈ നേരത്തെ പറഞ്ഞ മുട്ടത്തുവർക്കിയുടെ അനന്തരഗാമികളുണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഡിറ്റക്റ്റീവ് നോവല്, മാന്ത്രിക നോവല്, അട്ടർ പൈങ്കിളി നോവലുകൾ എല്ലാം എഴുതിക്കൊണ്ടിരുന്നതും ഇതേ സമയത്ത് സമാന്തരമായിട്ട് സംഭവിച്ചത്. 2010-ന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 14-ന് ശേഷം ഇന്ത്യൻ നോവലിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാവോ? ചേതൻ ഭഗത് എന്നും ആമിഷ് ത്രിപാഠി എന്ന് പറഞ്ഞ 2 എഴുത്തുകാർ വന്നു. വളരെ വീക്ക് ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാൾ, മറ്റേ ഇതിഹാസങ്ങളിലെ ക്രിയേറ്റീവ് റീറ്റെല്ലിംഗ് എന്ന പേരിൽ ഇതിഹാസ കഥ വെച്ച് ഫാൻറ്റസി ഫിക്ഷൻ എഴുതും. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ആമിഷ് പോട്ടെ. ചേതൻ വളരെ വീക്ക് ഇംഗ്ലീഷ്, ആർക്കും പ്രാപിക്കാം, ചെറിയ പ്രൈസിങ്, 150 രൂപ താഴെ വില. പഴയ പൈങ്കിളിയിൽ റൂറലായിരുന്നു, ഗ്രാമീണ ജീവിതം. ഇത് അർബനൈസ്ഡ് ആണ്. IIT
ഓക്കെ, ഇത് ഭയങ്കരമായി ചേതൻ ഭഗത്ത് ഒരു ഹിറ്റായി മാറുന്നു. ചെറുപ്പക്കാർ മുഴുവൻ ചേതൻ ഭഗത്തിൻ്റെ പുസ്തകം വായിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴാകും എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നു. അത് മാത്രമല്ല, ഈ നിങ്ങളൊരു വൈദേശിക എഴുത്തുകാരെ നമ്മൾ വായിക്കണമല്ലോ ട്രാൻസ്ലേഷനുകൾ. പക്ഷെ കേരളത്തിലെ ആളുകൾ ഭ്രമിച്ച് വായിച്ചത് ബ്രസീലിലെ ഒരു 7ാം കിട എഴുത്തുകാരനെയാണ്, പൗലു കൊയ്ലു അല്ലേ. ഒരു കാലത്ത് കേരളത്തിൽ പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഞാൻ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടെന്ന് പറയും, ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ഈ പൈങ്കിളിയും പരീക്ഷയുടെ ഒരുമിച്ച് സംഭവിക്കുക. ഇപ്പം നിങ്ങൾ നോക്കൂ, മലയാള സാഹിത്യത്തിൽ എന്താ ഈ കഴിഞ്ഞ 25 വർഷത്തിൻ്റെ റിസൾട്ട്? ഈ ചേതൻ ഭഗത് ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം മലയാള സാഹിത്യത്തിൽ ആഞ്ഞടിക്കുകയാണ്. നമ്മൾ 2 ലക്ഷം വിൽക്കുന്നു, 4 ലക്ഷം വിൽക്കുന്നു, തൂക്കി വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള നോവലിലേക്ക് ഇങ്ങനെ ഈ എണ്ണപ്പൈങ്കിളിയുടെ ഒരു തരംഗം. അതുമാത്രോ, ലിറ്റററി ഫിക്ഷനായി നടിച്ചുകൊണ്ടും നമ്മുടെ ഇവിടെ ഈ വളരെ സെൻറ്റിമെൻ്റലായ ഒരു ലിറ്ററേച്ചർ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് മലയാള സാഹിത്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോ നമുക്കെല്ലാം കടലിൽ ചാടേണ്ടി വരുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഈ ജനറേഷൻ്റെ ഈ സെൻറ്റിമെൻ്റൽ ടേസ്റ്റ് 5 കൊല്ലം വരുന്നവർക്കില്ല. അവർക്ക് വേറെ സെൻറ്റിമെൻ്റൽസ് ആയിരിക്കും. അപ്പോൾ അത് വേറെ ആളുകൾ വരുമെന്ന് എഴുതിക്കോളൂ. അപ്പോൾ മലയാള നോവലിലെ 25 വർഷം അത് എത്രത്തോളം പരീക്ഷണാത്മകവും പുരോഗമനാത്മകവും വൈവിധ്യാത്മകവും വളരെ ചലനഭരിതവും മികവുറ്റതുമാണോ, അതുപോലെ തന്നെ അത് ഒരു നഗരകേന്ദ്രിതമായ ഒരു പുതിയ പൈങ്കിളി സാഹിത്യത്തെ അല്ലെങ്കിൽ ജനപ്രിയതയെ കൂടി ഉണർത്തി വിട്ടിട്ടുണ്ട്. ഇത് രണ്ടും ചേർന്ന സങ്കീർണവും സങ്കരവുമായ ഒരു ചിത്രമാണ് കഴിഞ്ഞ 25 കൊല്ലം കൊണ്ടുണ്ടായതെന്നാണ് ഒരു ബഷീറിൻ്റെ ഭാഷയെ പറഞ്ഞ് വിനീതനായ ഒരു സാഹിത്യചരിത്ര, എനിക്കത്ര ഇല്ല വിനയം, ഒരു സാഹിത്യചരിത്രകാരൻ എന്നുള്ളതിലും സാഹിത്യ നിരൂപകൻ എന്നുള്ളതിലും ഞാൻ കാണുന്നത്. അപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ എന്നോട് വഴക്കിനൊക്കെ വരും. എനിക്ക് വഴക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലില്ല. അത് കാരണം ഞാൻ അറിയില്ല എന്നെന്ത് പറഞ്ഞാലും. അപ്പോൾ പിന്നെ എനിക്കൊന്ന് വിഷമിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഇതൊക്കെ അയച്ചു തരും ചിലരെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് സംഭവിക്കുന്നത് ലിറ്ററേച്ചറല്ല പലപ്പോഴും ജയിക്കുന്നത്, ലിറ്ററേച്ചറായി നടിക്കുന്ന പൾപ്പാണ്. അത് വളരെ ആപൽക്കരമായൊരു സാഹചര്യമാണ്. അതിന് വാണിജ്യപരമായി നല്ലതാണ്, പുസ്തക വ്യാപാരം അഭിവൃദ്ധിപ്പെടും. പക്ഷേ അത് നമ്മുടെ ലിറ്ററേച്ചറിനെ എങ്ങും കൊണ്ടെത്തിയില്ല, പ്രത്യേകിച്ച് നോവലിനെ. ഞാൻ ഏറ്റവും സ്വാഭാവികമായ രൂപം നോവലാണെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ, അതിൻ്റെ പ്രതിസന്ധികളെ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഇത്രയും ഏറ്റെടുക്കാൻ കഴിയുന്ന മറ്റൊരു സാഹിത്യരൂപമില്ല. കാരണം നമ്മുടെ ജീവിതം പോലെ അതിനെ നിർവചിക്കാൻ പറ്റില്ല. കവിതയെ, നാടകത്തെ ഒക്കെ നിങ്ങൾക്ക് നിർവചിക്കാം, ഇല്ലേ? നോവലിനെ ഒന്ന് നിർവചിച്ചു നോക്ക്, അടുത്ത നിമിഷം നോവൽ രൂപം മാറിക്കളയും. ഏത് രൂപത്തിലും നോവല് പ്രത്യക്ഷപ്പെടും. അപ്പോൾ നോവലിന് പറ്റുന്ന അപകടം ഒരു ജനതയ്ക്ക് പറ്റുന്ന അപകടം ആണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുന്ന യഥാർത്ഥത്തിൽ നോവലിലാണ്. അതാണ് ഞാൻ ഈ മറ്റേ ജനപ്രിയതയുടെ ഈ തള്ളിക്കയറ്റമുണ്ടല്ലോ, അതുണ്ടാക്കുന്ന വലിയ കുഴപ്പം. അത് ഏറ്റവും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടത് നിങ്ങളാണ്. ആര്? പ്രായമായവരല്ല. ഇവരെ നന്നാക്കാൻ ആർക്ക് പറ്റില്ല ഇനി. പക്ഷെ ചെറുപ്പക്കാർ, നിങ്ങൾ ജാഗ്രതയോടുകൂടി സാഹിത്യത്തെ പിന്തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ചെറിയ സെഷനായിരുന്നു, പക്ഷേ എങ്കിൽ പോലും വളരെ ചെറിയ ഒരു സമയത്തിനകത്ത് നടന്നൊരു സംഭാഷണത്തിനകത്താണെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ആ പുസ്തകത്തിന് ശേഷം നോവലിലുണ്ടായ സമകാലിക പ്രവണതകളെ മുഴുവൻ പി കെ രാജശേഖരൻ തൻ്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. നോവലുകൾ എങ്ങനെയാണ് അതൊരു ട്രാൻസ്നാഷണൽ എന്നോ അല്ലെങ്കിൽ ക്രോസ് നാഷണൽ എന്നോ ഒക്കെ പറയാവുന്ന ഒരു സ്വഭാവത്തിലേക്ക് വഴിമാറുന്നത് എങ്ങനെയാണ് ഈ ഒരു കോൺസ്പിറസി തിയറി, വിശേഷിച്ച് നമ്മുടെ ഒരു ഡിജിറ്റൽ അനുഭവ ലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ, ചരിത്രത്തിൻ്റെയും പ്രതിചരിത്രത്തിൻ്റെയും സാധ്യതകൾ, നമ്മുടെ ഏറ്റവും പുതിയ കാലത്ത് രൂപപ്പെട്ടു വരുന്ന ജെൻസി എന്നൊക്കെ ഓമന പേരിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന പുതിയ ജനപ്രിയ നോവലുകൾ, ഇവയെക്കുറിച്ചെല്ലാം ഇതിലൂടെ എല്ലാം കടന്നുപോയ, എന്ന് വെച്ചാൽ നോവലിൻ്റെ ഒരു സമീപകാല ചരിത്രത്തെ ഏറെക്കുറെ സമഗ്രമായി തന്നെ സ്പർശിച്ച് കടന്നുപോയ ഒരു സംഭാഷണമാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഈ സംഭാഷണത്തിനൊടുവിൽ ഇത് സദസ്യർക്കുള്ള ഒരു അവസരം കൂടി നൽകുകയാണ്. 5 മിനിറ്റിനകത്ത് ഇതിനകത്ത് ചോദ്യങ്ങൾ ചുരുക്കിയിട്ട് കുറച്ചുകൂടി കൃത്യതയോട് കൂടിയിട്ട് ചോദിക്കുക. ചോദ്യങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ വിയോജിപ്പുകളോ ഒക്കെ ആവാം, പക്ഷേ ചെറിയ മട്ടിൽ അതിനെ ഒന്ന് രൂപപ്പെടുത്തിയാൽ മതി. പുതിയ കാലത്ത് ഏറ്റവും സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹിത്യ മാധ്യമം
നോവലാണെന്ന് മാഷ് പറഞ്ഞു കഴിഞ്ഞു. അത് ജീവിതത്തിൻ്റെ സമസ്ത വൈരുദ്ധ്യങ്ങളെയും നോവൽ പോലെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ കവിതയ്ക്കും അത് വലിയൊരളവോളം കഴിയുന്നില്ലേ? അതിനപ്പുറത്ത് മാഷ് പറഞ്ഞതിനപ്പുറത്ത് വേറെ കാരണങ്ങളുണ്ടോ ഈ സർവ്വതല സ്പർശിയായ എല്ലാ മേഖലകളിലും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രവണത നോവലിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അങ്ങേക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? നോവല് ചരിത്രത്തോടും സാമൂഹ്യ ജീവിതത്തോടും ഇടപെടുന്നത് പോലെ കവിതയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്നത് കവിതയുടെ രൂപപരമായ പ്രശ്നമാണ്. അത് വളരെ ചെറുതാണ്, ചെറിയൊരു കോണ്ടെക്സ്റ്റിലാണ്, അതിൻ്റെ റീഡർഷിപ്പ് വളരെ കുറവാണ്. നോവൽ അങ്ങനെയല്ല, അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചെടി അച്ചടിച്ച് ചേർക്കാൻ, അല്ലേ, ഒരു ചെടിയുടെ ഒരു ഇല ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യാൻ സാധ്യമാണെങ്കിൽ നോവൽ അതും ചെയ്യാം. പ്രിൻറ്റിങ് ടെക്നോളജി അനുവദിച്ചാൽ എന്തു വേണോ ചെയ്യാം. നോവലിൽ ഇപ്പം ഒരു പെട്ടിക്കകത്ത് നോവലിനെ അടയ്ക്കാം, നിങ്ങളുടെ പേജിൻ്റെ ഹൈറാർക്കി തകർക്കാം, ഇല്ലേ? ബെന്യാമിൻ്റെ നോവൽ അങ്ങനെ വന്നില്ലേ? എന്ത് ചെയ്യാൻ പറ്റാം? ഈ സമഗ്രതയുണ്ടല്ലോ, ഇത് മറ്റൊരു സാഹിത്യരൂപത്തിനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും സ്വാഭാവികമായത് എന്ന് പറഞ്ഞത്. സ്വീകാര്യത മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിക്സിനെ എണ്ണുമ്പോൾ മിക്കവാറും നമ്മൾ നോവലുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇല്ലേ? അതാണ് ആ നോവലിൻ്റെ അതിൻ്റെ രൂപപരമായൊരു കരുത്താണ്. അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് പോലെയോ ട്രെയിൻ പോലെയോ അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുകയും പല കാലങ്ങളിലൂടെ കൂകിപ്പായുകയും ഒക്കെ ചെയ്യും. കവിതയ്ക്കൊക്കെ അതിൻ്റെ പരിമിതിയുണ്ട്. ഈ പരിമിതി കവിത പണ്ട് അതിജീവിച്ചത് ഇതിഹാസങ്ങൾ എഴുതിക്കൊണ്ടാണ്. ഇപ്പം ഇനി ഇതിഹാസമൊന്നും എഴുതാൻ ഒരു രക്ഷയില്ലല്ലോ. പുതിയ കാലത്തെ നോവലുണ്ടല്ലോ, പുതിയ കാലത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പേര് പറയൂ. ഷഫീഖ്, ആ, തിരൂര് ക്യാമ്പസിലാണ് പഠിക്കുന്നത്. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നോവലുകളുണ്ടല്ലോ, ഇപ്പോൾ റീൽ നോവലുകൾ എന്നൊക്കെ മുമ്പ് ചർച്ചകളിൽ പറഞ്ഞിരുന്നു. അതിന് വിമർശനത്തിൽ അതിൻ്റെ സ്ഥാനം എവിടെ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത് ജൻസി നോവലുകൾ എന്ന് പേര് ഇട്ട് വിളിക്കുമ്പോഴും അത് മുഖ്യധാരയിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയാണോ എന്നുള്ള ഒരു ചോദ്യം. അതെ, ഈ അത് നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ നോവലുകളെല്ലാം. അപ്പം അത് പോപ്പുലർ ലിറ്ററേച്ചറിനെ തീർച്ചയായിട്ടും പഠനവിധേയമാക്കണം. പക്ഷേ അതിൻ്റെ അനാലിസിസ്, പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ പഠനം എന്ന് പറയുന്നത് അവരുടെ ലിറ്റററി ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് കാരണം അതൊന്നും ചെയ്യില്ല നമുക്കവിടെ. മറിച്ച് ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ് നമ്മുടെ സാഹിത്യാന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നത്, ഇത് എങ്ങനെയാണ് സാധ്യമായത്, ഇതെങ്ങനെ സംഭവിച്ചു, അങ്ങനെ ചരിത്രപരവും സാമൂഹിക ശാസ്ത്രപരവുമായ അന്വേഷണങ്ങളാണ് ആ പഠനങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അത് ഏത് തരം മൂല്യങ്ങളാണ് അവതരിപ്പിച്ചത്, ഇതാരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യം. ഇപ്പം നമ്മൾ മുട്ടത്ത് വർക്കിയെയോ പഴയ പൈങ്കിളി എഴുത്തുകാരില്ലേ, ആ എഴുത്തുകാരെ നമ്മൾ പഠനവിധേയമാക്കുന്നതാണ്. ആ എഴുത്തുകാർ ആ നോവലുകൾ വന്ന സമയത്തെ ആ നോവൽ കേരളം വലിയ ഒരു സാമൂഹ്യ പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ റിപ്പബ്ലിക്കായി മാറി, നമ്മൾ സ്റ്റേറ്റായി മാറുന്നു. ഇങ്ങനെ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നു. നിങ്ങൾ ഈ നോവലുകൾ വായിച്ചു നോക്കൂ, ഈ സമൂഹത്തിൽ നടന്ന ഒരു പരിവർത്തനം അതിനകത്തില്ല. അതിൽ ആളുകൾ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കും, മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു. അതേ കഥ തന്നെ വേറെ രൂപത്തിൽ തങ്കച്ചൻ മാറി കുഞ്ഞച്ചനാവും. അത് മാത്രമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ജെൻസി നോവലുകൾ എന്ന് ജെൻസി ഒരു മീഡിയ പ്രചരിപ്പിച്ച ഒരു വാക്കാണ്. അത് 2000-ന് ശേഷം ജനിച്ച കുട്ടികളെ വിശേഷിപ്പിക്കുക. 90s ജനിച്ച ഫിൻഡിസീക്കൽ കുട്ടികളെ നമ്മൾ മില്ലേനിയൽസ് എന്ന് വിളിക്കുന്നു. സൗകര്യത്തിന് വേണ്ടിയാണ്. അവരൊക്കെ മിടുക്കന്മാരും സുന്ദരന്മാരും സുന്ദരികളും. പട്ടാളത്തിലൊക്കെ അവരെ എന്നെ അബ്ദുൽ നാസറിനെ ഒന്നും പട്ടാളത്തിലെടുക്കില്ല, ഇവരെ മാത്രമേ എടുക്കൂ. അതുകൊണ്ട് അവരെ ഒരിക്കലും ആരും മാറ്റി നിർത്തുകയില്ല. അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. കാരണം വയസ്സന്മാരെ കൊണ്ട് ഈ നാട് മുടിഞ്ഞു പോകും. പക്ഷേ എന്നും പറഞ്ഞിട്ട് അവരെഴുതി കൊണ്ടുവരുന്ന നോവലെല്ലാം വാറാൻ്റെ പീസാണ്, ഇന്ദുലേഖയാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ ചില പരിശോധനകളൊക്കെ നടത്തേണ്ടതില്ലേ? വേണോ വേണ്ടേ? വേണം. എൻ്റെ ഒരു തെളിവ്, ഒരു നോവൽ പഠിക്കാനായിട്ട് ഇപ്പം അബ്ദുൽ നാസർ പാഠ്യപദ്ധതിയൊക്കെ നിങ്ങൾ അതിൻ്റെയൊക്കെ കമ്മിറ്റി ചെയർമാനോ പ്രസിഡൻറ്റോ ഒക്കെ ആയിരിക്കുമല്ലോ. രണ്ടർത്ഥത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വയ്ക്കുന്നത്. ഒന്ന്, ഭാഷയിൽ അതുണ്ടാക്കിയ മാറ്റം, നോവലിന് കലാരൂപത്തിലെ നറേറ്റീവിലുണ്ടാക്കിയ മാറ്റം, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ദുലേഖയോ ഖസാക്കിൻ്റെ ഇതിഹാസമോ തകഴിയുടെ കയറോ നാലുകെട്ടോ ഒക്കെ പഠിക്കാൻ വയ്ക്കുന്നത്. അതേസമയം നമ്മൾ ഇപ്പോൾ പോപ്പുലറായ ഏതെങ്കിലും ഒരു നോവൽ പഠിക്കാൻ വെച്ചാൽ ഇതിനു വേണ്ടിയല്ല അത് വയ്ക്കുന്നത്. മറിച്ച് ഈ ജനപ്രിയ സാഹിത്യം എന്നാൽ എന്ത്, അതിൻ്റെ രീതികളെന്ത് എന്ന് പഠിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലേ? മറ്റേത് സാഹിത്യം എന്ന ഗൗരവമേറിയ വ്യവഹാരത്തിൻ്റെ സവിശേഷതകൾ പഠിപ്പിക്കാനാണ്.
അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഇതിനെ എതിർക്കാനുള്ള എളുപ്പ വഴി ഗ്രാമർ ഇല്ലേ, വ്യാകരണം മഹാപൂർവ വിഷയമല്ലേ? അല്ല, ഞാൻ വളരെ നന്നായിട്ട് വ്യാകരണം പഠിച്ച ഒരാളാണ് കേട്ടോ. കാരണം വ്യാകരണത്തിൽ വലിയ മാർക്ക് വാങ്ങിച്ചാൽ വലിയ ഇഷ്ടമാണ് ഇപ്പോഴും എനിക്കത്. പക്ഷേ പൊതുവേ അത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല, മാത്തമാറ്റിക്സ് പോലെയാണ്. അപ്പം വ്യാകരണം പഠിച്ചേ പറ്റൂ ഈ സാഹിത്യം പഠിക്കുന്നവൻ. അപ്പം അത് പഠിപ്പിക്കാൻ അറിഞ്ഞൂടാ. അപ്പം അതിനുള്ള ഒരു എളുപ്പ വിദ്യ ഞാൻ പഠിച്ചു തരാം. പഠിപ്പിക്കാൻ സിലബസിൽ നിന്ന് ഇത് ഒഴിവാക്കുക. അപ്പം അതിനൊരു ന്യായം പറഞ്ഞാൽ മതി. ഇത്തരം പ്രാചീനങ്ങളായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല വിദ്യാർത്ഥികളുടെ എന്ന് പറഞ്ഞാൽ മതി. അപ്പം അതുപോലെ നമ്മൾ ഈ പുതിയ ഇത്തരം ചിലത് വയ്ക്കുമ്പോൾ സാഹിത്യത്തെക്കുറിച്ചുള്ള ലിറ്റററിനെസ് എന്ന് പറഞ്ഞാൽ എന്ത് സങ്കല്പമുള്ളത്? അങ്ങനെ ഒരു സങ്കല്പമില്ല. നല്ലത് ചീത്ത, ഉത്തമ സാഹിത്യം അധമ സാഹിത്യം എന്ന് വേർതിരിക്കണ്ട. കാളിദാസനും കാഞ്ഞിരമ്പാറ തങ്കപ്പനും ഒന്നു തന്നെ എന്നൊരു തിയറി അങ്ങ് ഉണ്ടാക്കുക. പോസ്റ്റ് മോഡേണിസത്തിലെ ഉത്തമ സാഹിത്യം അധമ സാഹിത്യം എന്നുള്ള വിഭജനം അപ്രത്യക്ഷമാവുകയാണ് എന്ന വാദം നമ്മൾ ദുരുപയോഗം ചെയ്തു കളഞ്ഞു അല്ലേ? അപ്പം അതുപോലെ ഇതിനെ അംഗീകരിക്കാൻ വയ്യ. നമ്മൾ സൂക്ഷ്മ പരിശോധനകൾ നടത്തണം. ഇല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പില്ലേ നമ്മുടെ നാട്ടിൽ, അതില്ലെങ്കിൽ വലിയ അത് ഉള്ളത് കൊണ്ടാണ്, ഉണ്ടായിട്ട് തന്നെ ആകെ കുഴപ്പമാണ് അല്ലേ? അപ്പോൾ അതും കൂടെ ഇല്ലായിരുന്നെങ്കിലോ. സാഹിത്യത്തിലൊരു ഭക്ഷ്യസുരക്ഷയുടെ വകുപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ, സാഹിത്യ നിരൂപകർ. അതില്ലെങ്കിലേ നമ്മുടെ ശരീരം എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ ശരീരം ജീർണിച്ച് പോകും, സാഹിത്യവും ജീർണിച്ചു പോകാനിടയുണ്ട്. മാറ്റി നിർത്തുകയല്ല, ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് തന്നെ മൂല്യപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ അധ്യാപകർ അതാ കോളേജുകളിൽ ചെയ്യുന്നത്, സ്കൂളുകളിൽ ചെയ്യുന്നത്. അവരെ കൊല്ലാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഒരുപാട് നന്ദി സർ. സമയം അവസാനിച്ചതിന് കാരണം തൽക്കാലം ഈ സെഷൻ ഇവിടെ പൂർത്തിയാക്കുകയാണ്. എല്ലാവർക്കും നന്ദി.